Welcome to this video. In this video, we are going to discuss about op-amp parameters. Operational amplifiers എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലും ഉപയോഗിക്കുന്ന ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ കേസിൽ we have to consider some design terms. അത്തരത്തിലുള്ള ഡിസൈൻ ടേംസിനെയാണ് നമ്മൾ op-amp parameters എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 10ലധികം ഡിസൈൻ ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻപുട്ട് ബയാസ് കറന്റ്. The first one we call the first one as input bias current. Input bias current and is denoted by I bias. We can define the input bias current I bias as the we can define it as the as 1/2 the sum of the separate currents entering the two input terminals of a balanced amplifier as shown in the figure. ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള 2 ഇൻപുട്ട് ടെർമിനൽസിൽ എൻ്റർ ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് ടെർമിനൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ടിന്റെ 2 ഇൻപുട്ട് ടെർമിനൽസിലേക്കും എൻ്റർ ചെയ്യുന്ന കറണ്ടിന്റെ ആവറേജ് അല്ലെങ്കിൽ 1/2 of the sum of the currents entering the 2 input terminals of a balanced amplifier as shown in the figure. We can say I bias as I bias equal to 1/2 of IB1 plus IB2. It is one of the design parameter of an operational amplifier. Also we can this condition is satisfied when VO equal to output voltage equal to 0. So only when VO equal to 0, only in that case we can say it is in a balanced amplifier. The input bias current is the current flowing into each of the 2 input terminals when they are biased to the same voltage levels. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. The input bias current as the current flowing into each of the 2 input terminals when they are biased to the same voltage levels. ഇതാണ് ഇൻപുട്ട് ബയസ് കറന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാരാമീറ്റർ പറയുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ്. Input offset current, it is denoted by IOS. Input offset current IOS. We can define the input offset current as the difference of the currents IB1 in non-inverting terminal and IB2 in inverting terminal into the terminals with zero output voltage. അതായത് സീറോ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ ഡിഫറൻസ് IB1 ആൻഡ് IB2ന്റെ ഡിഫറൻസ് എടുക്കുക. IB1 ഫ്ലോയിങ് ഇൻ ടു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ മൈനസ് IB1 ഫ്ലോയിങ് ഇൻ ടു ദി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ മൈനസ് IB2 ഫ്ലോയിങ് ഇൻ ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് ഡിഫൈൻ ചെയ്തത് ഓൺലി വെൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് 0. അതായത് നമ്മളിപ്പോൾ ഈക്വൽ വോൾട്ടേജ് 2 ഇൻപുട്ട് ടെർമിനൽസിലേക്കും അപ്ലൈ ചെയ്തു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ കേസിൽ VO ഈക്വൽ ടു 0 ആയിരിക്കും. പക്ഷേ ഒരു പ്രാക്ടിക്കൽ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വി കനോട്ട് സേ ദാറ്റ് ദീസ് 2 terminals are perfectly symmetric. രണ്ട് ടെർമിനൽസും മാൻ മെയ്ഡ് ആണ്. അതുകൊണ്ട് അതിന് സിമെട്രി കുറവായിരിക്കും. എന്തെങ്കിലും ചെറിയൊരു ഡിഫക്റ്റോ ഡീവിയേഷനോ 2 ടെർമിനൽസും തമ്മിൽ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സെയിം ഇൻപുട്ടാണ് 2 ടെർമിനൽസിലും അപ്ലൈ ചെയ്തു എന്ന് വെച്ചാലും നമുക്ക് ഔട്ട്പുട്ടിൽ ഒരിക്കലും എന്ത് കിട്ടില്ല, 0 വോൾട്ടേജ് കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ IB1 മൈനസ് IB2 എന്ന് പറയുന്ന കറണ്ടിന് ഇക്വിവാലന്റ് ആയിട്ട് നമ്മൾ വി ഹാവ് ടു സപ്ലൈ ടു ഗെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് VO ഈക്വൽ ടു 0. ഔട്ട്പുട്ട് വോൾട്ടേജ് VO 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന കറണ്ടിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് പറയുന്നത്.
ഇത് ഐഡിയൽ കേസിലാണെങ്കിൽ ഓഫ്സെറ്റ് കറണ്ട് 0 ആയിരിക്കും. കാരണം രണ്ട് ടെർമിനലും സിമെട്രിക് ആയിരിക്കും, അല്ലെങ്കിൽ അത് തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. അതുകൊണ്ട് സെയിം വോൾട്ടേജ് രണ്ട് ടെർമിനൽസിലും കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക് 0 ആയിരിക്കും. പക്ഷേ ഇൻ പ്രാക്ടിക്കൽ കേസസ് രണ്ട് ടെർമിനൽസും സിമെട്രിക് അല്ലാത്തതുകൊണ്ടും രണ്ട് ടെർമിനൽസ് തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടും നമ്മൾ സെയിം ഇൻപുട്ട് വോൾട്ടേജ് രണ്ട് ടെർമിനലിനും അപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല, ഔട്ട്പുട്ടിൽ സെയിം 0 വോൾട്ടേജ് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എക്സ്ട്രാ കൊടുക്കേണ്ട കറണ്ടിനെയാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓൾസോ ഈ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് എന്താ വെച്ചാൽ ഇറ്റ് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഡ്രിഫ്റ്റ്. അതായത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് മാറും. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ വിളിക്കുന്നത് ദ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഡ്രിഫ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ it is defined as a ratio and is denoted by delta IOS divided by delta T, ratio of change in offset current to change in temperature. Next important parameter or design parameter of an op-amp is input offset voltage. Input offset voltage. And is denoted by VOS. Input offset voltage. നേരത്തെ input offset current define ചെയ്തതുപോലെ തന്നെ the input voltage which must be applied across the input terminals to get out zero output voltage. അതായത് നമ്മൾ സെയിം വോൾട്ടേജ് കൊടുത്താലും ചില സമയത്ത് എന്ത് കിട്ടില്ല, നമുക്ക് അതിന്റെ സിമെട്രി സിമിലർ അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ രണ്ട് ടെർമിനൽസും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ടിൽ 0 വോൾട്ടേജ് കിട്ടില്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വോൾട്ടേജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, 0 ആവുന്നത് വരെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എക്സ്ട്രാ വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. നേരത്തെ ഇത് ഡിഫൈൻ ചെയ്ത പോലെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഡ്രിഫ്റ്റ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്രിഫ്റ്റും ഡിഫൈൻ ചെയ്യാം ആസ് ഡെൽറ്റ VOS ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ VOS ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. It is abbreviated as CMRR, common mode rejection ratio. Common mode rejection ratio is defined as the ratio of differential mode open loop gain to the common mode open loop gain. It is defined as the ratio of differential mode open loop gain to the common mode open loop gain. Differential mode gain means the gain under differential mode of operation, while common mode gain is the gain under common mode operation. നമുക്ക് CMRRനെ ഒരു ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഫിഗർ ഓഫ് മെറിറ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് പറയാം. ആക്ച്വലി it measures the closeness of approach to balance in differential amplifier. ഹൈ CMRR ആണ് നമുക്ക് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ളത്. അതായത് ഹൈ വാല്യൂ കിട്ടണം കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇറ്റ് മീൻസ് ഹൈ വാല്യൂ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഓൾറെഡി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ മോഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ടു ദി കോമൺ മോഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിൽ ഡിഫറൻഷ്യൽ മോഡ് ഓപ്പൺ ലൂപ്പ് ഗെയിനും ഡിനോമിനേറ്ററിൽ കോമൺ മോഡ് ഓപ്പൺ ലൂപ്പ് ഗെയിനും ഉള്ളത്. അപ്പോൾ കോമൺ മോഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ കുറയുക, ഡിഫറൻഷ്യൽ മോഡ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ കൂടുക. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് ഏറ്റവും ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ കിട്ടുക. സോ ലോ കോമൺ മോഡ് ഗെയിൻ റിക്വയർമെന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു കേസിൽ. ഹൈ വാല്യൂ ഓഫ് CMRR എൻഷുവേഴ്സ് ദി മിനിമം ഇഫക്റ്റ് ഓഫ് അൺഡിസൈഡ് സിഗ്നൽസിന് മിനിമം ഇഫക്റ്റ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. For commercial operational amplifiers, the common mode rejection ratio lies in the range of 60 to 100 dB or even more. Next parameter ആണ് common mode range. Common mode range.
We can define common mode range as the maximum range of input voltage that can be simultaneously applied to both inputs without causing cutoff or saturation of amplifier stages. അതായത് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് സാച്ചുറേഷനിലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് വോൾട്ടേജിലേക്കോ പോവാത്ത രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് ടെർമിനൽസിലും ഒരേ സമയം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിന്റെ റേഞ്ചിനെയാണ് നമ്മൾ കോമൺ മോഡ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് രണ്ട് ടെർമിനൽസിലും നമ്മൾ ഒരേ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് സാച്ചുറേഷനിൽ പോവാത്ത കണ്ടീഷൻ വരെ, സാച്ചുറേഷനിൽ പോകുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിനെയാണ് കോമൺ മോഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ മോഡ് റേഞ്ചും കൂടി ഡിഫൈൻ ചെയ്യാം. സിക്സ്ത് പ്രോപ്പർട്ടി, ഡിഫറൻഷ്യൽ മോഡ്. Differential mode range. It is the maximum difference signal that can be applied safely to the op-amp input terminals. അതായത് സാച്ചുറേഷനിലേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിഫറൻഷ്യൽ വോൾട്ടേജിനാണ് ഡിഫറൻഷ്യൽ മോഡ് റേഞ്ച് എന്ന് പറയുന്നത്. The seventh property is input resistance. Input resistance. Input resistance. We have already defined about input resistance. Also, we know that the eighth property is output resistance. Output resistance. We have already discussed about these two parameters. Next one is supply voltage rejection ratio. Supply voltage rejection ratio. It is abbreviated as SVRR, supply voltage rejection ratio. It is defined as the input offset voltage change per volt of supply voltage change. It is defined as the input offset voltage change per volt of supply voltage change. അതായത് ഓരോ സപ്ലൈ വോൾട്ടേജിലുള്ള ഒരു വോൾട്ട് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ചേഞ്ചിനെയാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. A change in supply voltage delta VCC will produce a change in the amplifier output. The power supply voltage rejection ratio delta VO by VCC is normally specified for the connection that the difference voltage input VID is 0. അതായത് it is denoted as delta VO divided by VCC. Supply voltage ഉണ്ടാവുന്ന delta VCC, supply voltage ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൽ ഉണ്ടാവുന്ന ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. The 10th property is output voltage swing. Output voltage swing. Output voltage swing. It is defined as the maximum peak-to-peak output voltage which can be obtained without waveform clipping when the DC output is 0. It is the simplest term. അതായത് maximum peak-to-peak output voltage which can be obtained without waveform clipping when DC output is 0. Next one is unity gain bandwidth. 11th one. Unity gain bandwidth. Unity gain bandwidth. സാധാരണഗതിയിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ വോൾട്ടേജ് ഗെയിൻ ഹൈ ഫ്രീക്വൻസിയിൽ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മെയിനായിട്ട് ഇത് ജംഗ്ഷൻ കപ്പാസിറ്റൻസും മൈനോറിറ്റി കാരിയർ ചാർജ് സ്റ്റോറേജ് അങ്ങനെയുള്ള കുറേ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സും കൊണ്ടാണ് ഈ ഒരു ഡിക്രീസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാൾ ഓഫ് പോയിന്റ് ഓഫ് ഗെയിൻ അറ്റ് ഹൈ ഫ്രീക്വൻസീസ്, നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഫാൾ ഓഫ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ബിക്കംസ് ഈക്വൽ ടു യൂണിറ്റി. It is defined as the frequency at which the open loop voltage gain becomes equal to unity.
ഇതിനാണ് യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഐഡിയൽ കേസിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ബാൻഡ്വിഡ്ത്ത് ആണ്. സീറോ ഫ്രീക്വൻസി മുതൽ ഇൻഫിനിറ്റ് ഫ്രീക്വൻസി വരെയുള്ള സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിനുണ്ട്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസസ് ഇങ്ങനെ സംഭവിക്കില്ല. 0 മുതൽ സം സർട്ടൈൻ ഫ്രീക്വൻസി വരെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ